ഇപ്പോൾ ലാലേട്ടനെ പറ്റി പറഞ്ഞപ്പോഴാണ് റീസെൻ്റ്ലി ഐ സോ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫ്രം ഹിം ബ്ലൂ ഇസ് ഫോർ ലവ്. അതെ അതെ, അത് മെഴുതിരിയത്താഴികളിലെ എൻ്റെ ഒരു ഡയലോഗാണ്. അത് ഞാൻ വളരെ അപ്രതീക്ഷിതം, ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ, ബിഗ് ബ്രദർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഒരു വണ്ടി വന്നു എന്ന് പറഞ്ഞ വീട്ടിൽ, അപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് പയ്യൻ കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് ഞാൻ അൺറാപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ലാലേട്ടൻ. ഈസ് ലൈക്ക് ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അധികം കംഫർട്ടബിൾ ആവാൻ പറ്റുന്ന ഒരു തരത്തിൽ ഫോർ ദാറ്റ് മാറ്റർ. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ലാലേട്ടൻ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയിരുന്ന സമയത്തും ചുമരിലെ പോസ്റ്റർ വരെയാണ് ഇന്ന് വരെ. ഇത് മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അടുത്തൊന്നും അത് മാറണ്ടെന്ന് തന്നെയാണ്. കാരണം അതൊരു രണ്ടുപേരും അത് പിന്നെ ഒരു ഓറയാണ്. മമ്മൂക്ക ഒരു സ്പേസിലേക്ക് മമ്മൂക്ക കടന്നു വരുമ്പോൾ നമ്മൾ ആ ചുറ്റും ഉണ്ടാകുന്ന ഓറ ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. നോട്ട് ഫോർ ദിസ് ജനറേഷൻ, വേറെ ആർക്കുമില്ല അങ്ങനത്തെ ഒരു ഓറയും അങ്ങനത്തെ ഒരു കാരിസ്മയൊന്നും ഞാൻ കണ്ട് അന്ന് വിട്ടൊന്നുമില്ല. ഞാനിത് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരിക്കൽ കൈരളി TV ഈ മോർണിംഗ് ഷോ ചെയ്യുന്ന സമയത്ത് ഞാനും GS പ്രദീപുണ്ട്, അശ്വമേധം ഒക്കെ, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ് എല്ലാവരും. പാർവതി ഉണ്ട്, സുന്ദർ എന്നൊരു ഫ്രണ്ട്, എല്ലാവരും ഞങ്ങളെല്ലാം കൂടെ ആ കൈരളിയുടെ ഫ്രണ്ടിൽ ഒരു സോഫയുണ്ട്. അതിൻ്റെ മേലെ കിടന്ന് കുന്തം പറഞ്ഞ് എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ പിന്നെ പ്രദീപ് അശ്വമേധം പറയുന്നു, ഞാൻ ഈ കള്ള ഒരു പേര് പറയുന്നു, പിയർപോൺ മോർഗൻ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം പറയുന്നു. ഇവൻ പാവം, അവന് എല്ലാം അറിയാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ചെയ്തത് പെട്ടെന്ന് ഒരു നിശബ്ദത അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും അങ്ങ് നിശബ്ദരായി. ഞാൻ അങ്ങനെ ടേൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഏരിയ, കൈരളിയുടെ ഫുൾ ഏരിയ മുഴുവൻ ഒരു 1000 വാട്ട് ബൾബ് ഇട്ട പോലത്തെ ഒരു ഫീലിംഗ്. അത് മമ്മൂക്ക വന്നാണ്, ചേമനാണല്ലോ. സ്റ്റിൽ റിമെമ്പർ എ യെല്ലോ ഷർട്ട്, ഹാഫ് സ്ലീവ് യെല്ലോ ഷർട്ട്, സിമ്പിൾ യെല്ലോ ഷർട്ട്, ഒരു വലിയ ഡിസൈനറും പരിപാടിയൊന്നുമില്ല, സാധാ ഒരു യെല്ലോ ഷർട്ടും ഒരു ഓഫ് വൈറ്റോ ഗ്രേയോ ഒരു പാൻറ്റും ഇട്ടൊരു പിന്നെ ബ്രീഫ് കേസുണ്ട്. ആസ് ഇഫ് ഒരു കോർപ്പറേറ്റ് ഹോൺഷോ ഒക്കെ വരുന്ന പോലെ വന്ന് എല്ലാവരും നോക്കി ഒന്ന് ചിരിച്ച്. ഞാൻ കണ്ട ഏറ്റവും വലിയ സ്റ്റാർ മാനിഫെസ്റ്റേഷൻ അതാണ്. ഞാൻ പിന്നീട് നമ്മുടെ ഈ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഹിന്ദി സിനിമയിലെയും തമിഴിലെയൊക്കെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും ഇതുപോലൊരു അവതാരം അറിയില്ല. രണ്ടുപേരും നമുക്ക് എങ്ങനെയാണ് അതിനൊരു they are special.